ഈ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരത്തിൽ ജൂതന്മാര് കഴിക്കുന്ന ഭക്ഷണം ആരുടേതാണെന്ന് ആദ്യം ഈ മദ്രസ പൊട്ടന്മാരൊന്ന് അന്വേഷിക്കും. എന്നിട്ട് മതി ഈ ഗീർവാണം. 2025 പാർട്ടി ക്ലാസ്സുകളിൽ 3 ദിവസം ഹൈന്ദവ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെയുള്ള സമരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ മാറ്റിവെച്ച പാർട്ടിയുടെ പേരാണ് CPIM. തീർന്നില്ല. ഈ ഒരു നടപടി വ്യക്തമായ ഒരു ഇക്കണോമിക് ജിഹാദ് തന്നെയാണ് എന്ന് നമ്മൾ സംശയിച്ചേ മതിയാവൂ. ഒപ്പം ഇതിന് 100% പിന്തുണ നൽകിയിരിക്കുന്നത് CPIM എന്ന് പറയുന്ന വർഗീയ പാർട്ടിയാണെന്ന് ഞാൻ പറയും. ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ ഒരു വർഗത്തിനും കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവരോട് സഹതപിക്കാം, അല്ലാതെ ശവത്തെ കുത്തരുത്. നമസ്കാരം. അപ്പോ സ്റ്റുഡിയോ ബഹിഷ്കരണ വിവാദം, ജമാഅത്തെ ഇസ്ലാമിയുടെ ജീവിതത്തിൽ പുസ്തകം കാണാത്ത കുറെ വിദ്യാർത്ഥികളുടെ സംഘടന നടത്തിയ ഒരു വിഫല ശ്രമം. ഈ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടതാണ്, അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിശകലനം ചെയ്തേ മതിയാവൂ. കാരണം പലരും പറയുന്നുണ്ട് ഇത് ഞമ്മന്റെ ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാക്കാൻ നടത്തിയ ഒരു ലോക്കൽ ശ്രമം മാത്രമാണ് എന്നൊക്കെ. അതിന് ന്യായീകരണമുണ്ട്. അതായത് വളരെ കുറഞ്ഞ ചെലവില് ക്വാളിറ്റി വസ്ത്രങ്ങൾ, അതും ഏറ്റവും പുതിയ ഫാഷനിലുള്ളത് ഗ്രാമങ്ങളിൽ അടക്കം എത്തിക്കുമ്പോൾ കാക്കമാർക്ക് മാത്രമല്ല, തീവെട്ടിക്കൊള്ള നടത്തുന്ന ആർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും, സ്വാഭാവികം. ഇനി വേറെ ചിലര് പരാജയപ്പെട്ട ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. ഇനി ഈ SIOയുടെ തന്നെ പ്രതിനിധി എന്നും പറഞ്ഞ് ഒരു ബലിയാടിനെ ഇന്നലെ ചാനലുകളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വായിൽ പഴം തിരികിയ പോലെ ഒരക്ഷരം മറുപടി പറയാൻ കഴിവില്ലാത്ത, പ്രത്യേകിച്ച് ഒരു പദവി പോലും പറയാനില്ലാത്ത ഒരുത്തനെ അവസാനം സമരം പ്രതീകാത്മകം മാത്രമാണ് എന്നും പറഞ്ഞ് തടി തപ്പേണ്ട ഗതികേടിലേക്ക് എത്തി. എന്തായാലും ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ ഒരു വർഗത്തിനും കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവരോട് സഹതപിക്കാം, അല്ലാതെ ശവത്തെ കുത്തരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷേ ഇവരെ കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത് ആര്, ഇതെന്തിനായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ഇത് യഥാർത്ഥത്തിൽ ചെറുതായിട്ട് കാണേണ്ട ഒന്നല്ല എന്ന്. അതിന് കാരണങ്ങൾ നിരത്താനാണെങ്കിൽ നിരവധിയാണ്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു SIO നടപടി വ്യക്തമായ ഒരു എക്കണോമിക് ജിഹാദ് തന്നെയാണ് എന്ന് നമ്മൾ സംശയിച്ചേ മതിയാവൂ. ഒപ്പം ഇതിന് 100% പിന്തുണ നൽകിയിരിക്കുന്നത് CPIM എന്നുള്ള വർഗീയ പാർട്ടിയാണെന്ന് ഞാൻ പറയും. ഇനി കാരണങ്ങളിലേക്ക് വരാം. ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്ത ലാൻഡ് റോവർ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള വിദൂരമായ ഒരു ബന്ധമാണ് ബേബി കില്ലേഴ്സ് എന്നൊക്കെ ടാറ്റയെ വിളിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവില് 2 ഭക്ഷണശാലകളുള്ള ഇസ്രായേൽ സർക്കാരുമായിട്ട് ആ രാജ്യത്ത് 8 മാളുകൾ തുടങ്ങാനുള്ള ചർച്ച നടത്തുന്ന നമ്മുടെ യൂസഫിക്കാടെ സ്ഥാപനത്തിന് മുന്നിൽ ഇവര് സമരം ചെയ്തില്ല. അപ്പോ അവിടെ മതം പരിഗണനാ വിഷയമായി. ഇനി ഇത് നിങ്ങൾക്കറിയാത്ത വിഷയമായിരുന്നെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഈ സ്ഥാപനത്തിനെതിരെ കൂടി ബഹിഷ്കരിച്ച് കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇനി സമരം ചെയ്തില്ലെങ്കിലും വേണ്ട, അവിടെ ജോലി ചെയ്യുന്ന ഞമ്മന്റെ ആൾക്കാരോടൊക്കെ ഒന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തു കാണിക്കും. അത് ചെയ്യില്ല. കാരണം ബംഗ്ലാദേശില് ഇന്ത്യക്കാരായ ഹൈന്ദവരുടെ ബിസിനസ്സുകളെല്ലാം പൂട്ടിച്ചത് ജമാഅത്തെ ഇസ്ലാമി തന്നെ. ഇപ്പോ ഇന്ത്യയിൽ ഹൈന്ദവരുടെ ബിസിനസ്സുകൾ പൂട്ടിക്കാൻ വിഫല ശ്രമം നടത്തുന്നതും ജമാഅത്തെ ഇസ്ലാമി തന്നെ. ഇപ്പോ ആ ലൈൻ അങ്ങോട്ട് പിടികിട്ടിയല്ലോ. ഒപ്പം 2025 പാർട്ടി ക്ലാസ്സുകളിൽ 3 ദിവസം ഹൈന്ദവ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെയുള്ള സമരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ മാറ്റിവെച്ച പാർട്ടിയുടെ പേരാണ് CPIM. തീർന്നില്ല. മിഷൻ 2047 ജിഹാദി അജണ്ടയുടെ രേഖകളിൽ അവസാനമായിട്ട് ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സഹായത്തിന് ചില രാജ്യങ്ങൾ വരും എന്ന് അതിലെ പ്രധാനം തുർക്കിയാണെന്നും പേരെടുത്ത് പറയുന്നുണ്ട്. ഈ സമ്പന്ന രാഷ്ട്രമായ തുർക്കിയിൽ ഭൂകമ്പം വന്നപ്പോൾ കണ്ണീരൊലിപ്പിച്ച് ധനസഹായം നൽകിയ ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോ ഭരിച്ചിരുന്നതോ CPIM എന്ന് പറയുന്ന പാർട്ടി. ഇനി ആർക്കും സംശയം ഒട്ടുമില്ലല്ലോ. അപ്പോ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരത്തിൽ ജൂതന്മാര് കഴിക്കുന്ന ഭക്ഷണം ആരുടെ കമ്പനിയുടേതാണ് എന്ന് ആദ്യം ഈ മദ്രസ പൊട്ടന്മാര് ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് മതി ഈ ഗീർവാണം. അല്ലെങ്കിൽ കൊല്ലത്ത് CAA സമരം നടക്കുമ്പോൾ 2 ക്യാമറ കണ്ടപ്പോൾ ആവേശത്തില് ആസാദി മുദ്രാവാക്യത്തിന് പകരം ഇസ്ലാമോഫോബിയ മുദ്രാവാക്യം വിളിച്ച് മാളത്തിൽ ഒളിച്ച ഒരു എത്തുണ്ടായിരുന്നല്ലോ. അവരുടെ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും. അപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ബൈ ബൈ.